നമസ്കാരം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളതുകൊണ്ട് തത്തുല്യമായിട്ടുള്ള ജോലിക്കാരെ നിയമിക്കുവാനും അതിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് കാലതാമസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കേണ്ടതുമാണ്. ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് കഴിഞ്ഞ 2024 സെപ്റ്റംബർ മാസത്തോടുകൂടി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ ആദ്യ ഉപരിപഠനത്തിന് വേണ്ടി അപേക്ഷകൾ നൽകുകയും ഫെബ്രുവരി മാസത്തിൽ പ്രവേശനം ലഭിക്കുവാനും 2026 ഉദ്യോഗത്തിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് പരിചയപ്പെടുവാനുള്ള അവസരം, സ്വന്തം ചെയ്തു വരുന്ന കർമ്മമണ്ഡലങ്ങൾക്ക് പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും കർമ്മ പദ്ധതികൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം വന്നു ചേരുവാനും സാധ്യത കാണുന്നതുമുണ്ട്. സൗഹൃദ ബന്ധത്തിന് കോട്ടം തട്ടാത്ത വിധത്തിൽ സൗഹൃദ ബന്ധം നിലനിർത്താൻ തക്കവണ്ണം ഒരുപക്ഷെ എല്ലാവർക്കും സാമ്പത്തികമായുള്ള സഹായങ്ങൾ എല്ലാം ചെയ്യാൻ സാധിച്ചു എന്നൊന്നും വരില്ല. എന്നിരുന്നാൽ പോലും വേണ്ടപ്പെട്ടതായുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനും അബദ്ധങ്ങളിൽ നിന്നും പലരെയും രക്ഷിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം 2024 തന്നെ തുടങ്ങിയിരുന്നു. 2025 ഏറെക്കുറെ ഈ ഒരു നേട്ടം തുടരുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും സൂക്ഷ്മതയും ആത്മസംയമനവും ആത്മനിയന്ത്രണവും വേണം എന്ന അനുഭവ പാഠം പ്രാവർത്തികമാക്കുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. നമസ്കാരം.